ഏഴാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നാളത്തെ പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും സാധ്യതയുള്ള 2 ചോദ്യവുമായിട്ടാണ് ഷായി സാർ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നാളത്തെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത്. അല്ലേ, എന്താണ് വിശകലനക്കുറിപ്പ്? വിശകലനക്കുറിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യത്തെ കൃത്യമായി വിലയിരുത്തി നിങ്ങൾ എഴുതുന്ന കുറിപ്പിനെയാണ് വിശകലനക്കുറിപ്പ് എന്ന് പറയുക. മനസ്സിലായ മക്കൾക്ക്? നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യം ഏതാണോ ആ ചോദ്യത്തെ കൃത്യതയോടുകൂടി പരിശോധിച്ച് അതിൽ നിന്നും ഉണ്ടാകുന്നൊരു ഉത്തരം, അതിനെയാണ് വിശകലനക്കുറിപ്പ് എന്ന് പറയുക. ഇവിടെ നോക്കൂ നിങ്ങൾ, സുഗതകുമാരി ടീച്ചറുടെ കുറിഞ്ഞിപ്പൂക്കൾ എന്ന് പറയുന്ന ഒരു കവിതാഭാഗവും ഭൂമിക്കൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗവുമായി 2 ഭാഗം ഇവിടെ തന്നിട്ടുണ്ട്. അല്ലേ, ഒന്ന് നോക്കൂ. മഴുവും തീയുമായി കഴുകൻ കണ്ണുമായി വരില്ലയോ മർത്യൻ അവിടെയും നാളെ, ഇനി 12 കഴിയുമ്പോൾ വീണ്ടും കിഴക്കൻ മേറ്റിലാ കുറിഞ്ഞു പൂക്കുമോ. അല്ലേ, നീലക്കുറിഞ്ഞിയെക്കുറിച്ച് 12 വർഷത്തിൽ പൂക്കുന്ന ആ കാര്യമാണ് നിങ്ങളുടെ 1ാമത്തെ പാഠഭാഗത്ത് പറയുന്നത്. എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല, പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത. യൂണിറ്റിലെ ആശയങ്ങളും സുഗതകുമാരി ടീച്ചറുടെ കവിതയിലെ ആശയങ്ങളും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ 2 കവിതയിലും തന്നിരിക്കുന്ന ആശയം എന്താണ് മക്കളെ? ഒരേ ആശയം തന്നെയാണ്. അല്ലേ, മനുഷ്യൻ ആ മൂന്നാറിൻ്റെ മലമേടുകളിലും മഴുവും കത്തിക്കാനുള്ള തീയുമായി അവൻ പോവുകയും ആ മലകളും നശിപ്പിച്ച് 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന ആ ദൃശ്യോത്സവം നാളെ ഒരു പക്ഷേ കാണാൻ കഴിഞ്ഞില്ലെന്ന് വരാം എന്നുള്ള ഒരു വേദനയും അതൊന്നും നശിപ്പിക്കരുതെന്നൊരു താക്കീതുമാണ് കുറിഞ്ഞിപ്പൂക്കൾ എന്ന് പറയുന്ന കവിതയിലൂടെ നൽകിയിരിക്കുന്നത്. അതേ ആശയം തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള യൂണിറ്റിലുള്ളതും. അല്ലേ, എന്താ പറയുന്നത്? എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല, പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം ഉണ്ടാകുന്നത്. അപ്പോൾ പ്രകൃതി സംരക്ഷിക്കപ്പെടണമെന്നും പ്രകൃതിയിലെ മനോഹാരിത എക്കാലത്തും നിലനിൽക്കണമെന്നും കൃത്യമായി ആഗ്രഹിക്കുന്ന ഒരു കവയിത്രിയുടെ വരികൾ തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിൽ വേണം എൻ്റെ കുഞ്ഞുമക്കൾ എന്ത് ചെയ്യാൻ? വിശകലനക്കുറിപ്പ് എഴുതാൻ. അപ്പോൾ 2 കവിതയിൽ തന്നിരിക്കുന്ന ആശയം ഒന്നാണെന്നുള്ള തിരിച്ചറിവിലായിരിക്കണം നിങ്ങൾ വിശകലനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ വിശകലനക്കുറിപ്പ് നാളെ എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. മറ്റൊന്ന് കഥാപാത്ര നിരൂപണം. അല്ലേ, കിളികളുടെ കൂട്ടുകാരൻ ആരാ? അപ്പുവിന് കിളികളോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അത് ഈ കഥാപാത്രത്തെ എങ്ങനെ നമുക്ക് നിരൂപണം ചെയ്യാമെന്ന് നോക്കൂ. രാവിലെ ഉണരുമ്പോൾ കിളികളുടെ പാട്ടും കളകളാരവവും കേട്ടാണ് അവൻ കണ്ണു തുറന്നിരുന്നത്. അവൻ കിളികളെ ശല്യപ്പെടുത്താതെ ഒരു മരത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരുന്ന് അവയുടെ ഓരോ ചലനവും നിരീക്ഷിക്കും. അവയുടെ നിറങ്ങൾ, ശബ്ദങ്ങൾ, ചിറകടിച്ച് പറന്നു വരുന്ന രീതി എല്ലാം അപ്പുവിന് ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അപ്പു കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു കുരുവി താഴെ വീണ് കിടക്കുന്നത് കണ്ടു. അതിന് പറക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവന് വിഷമമായി. അവൻ പതുക്കെ അതിനെ കയ്യിലെടുത്തു. അതിൻ്റെ കുഞ്ഞിക്കാൽ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ കുരുവിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി അമ്മയുടെ സഹായത്തോടെ മരുന്ന് വെച്ച് കെട്ടി. ഒരു ചെറിയ പെട്ടിയിൽ കൂടൊരുക്കി ദിവസവും വെള്ളവും അരിമണികളും കൊടുത്തു. ആദ്യമൊക്കെ പേടിച്ചു മിണ്ടാതിരുന്ന കുരുവി പതിയെ അവനോട് ഇണങ്ങി. അപ്പുവിൻ്റെ വിരലിൽ നിന്ന് ഭക്ഷണം കൊത്തിപ്പെറുക്കി ഭക്ഷിച്ചു. ഒരു നാൾ അത് കാട്ടിലേക്ക് തന്നെ പറന്നുപോയി. ഇടയ്ക്കെല്ലാം അപ്പുവിനെ തൊടിയിലെ സന്ദർശകനായി മാറി. മനസ്സിലെ കിളി എന്ന കഥയിലെ പിക്കുവിനെ പോലെ ഈ കഥയിലെ അപ്പുവിനും നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? അപ്പുവിൻ്റെ സഹജീവി സ്നേഹവും നന്മയും മനസ്സിലാക്കിയല്ലോ അപ്പു എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. കാരണം നിങ്ങൾ പിക്കിലു, നമ്മൾ പഠിച്ച മനസ്സിലെ കിളി എന്ന് പറയുന്ന ആ പാഠഭാഗത്തുള്ള അതേപോലത്തെ ഒരു കഥാപാത്രമാണ് പിക്കിലു എന്ന് പറയുന്ന ഇതിലെ അപ്പു. അപ്പോൾ അപ്പുവിൻ്റെ കഥാപാത്ര നിരൂപണം എഴുതുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താ മക്കളെ? തന്നിരിക്കുന്ന പാഠഭാഗത്തെക്കുറിച്ചൊരു ചെറിയ സൂചന, അല്ലേ, തന്നിരിക്കുന്ന ഭാഗത്തെക്കുറിച്ച് ചെറിയൊരു സൂചന വേണം. അതിനുശേഷം ഈ അപ്പുവിൻ്റെ എന്തെല്ലാം ആ കഥാപാത്രത്തിന് ആ കഥയിലുള്ള സ്ഥാനം, അതാണ് കഥാപാത്ര നിരൂപണത്തിൽ 2ാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ കഥാപാത്രത്തിന് ആ കഥയിലുള്ള സ്ഥാനം, ആ കഥാപാത്രത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടെങ്കിൽ അത്. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യാൻ? കഥാപാത്ര നിരൂപണം ചെയ്യാൻ. അപ്പോൾ കഥാപാത്ര നിരൂപണം ചെയ്യുമ്പോൾ ആദ്യ ഭാഗത്ത് നിങ്ങൾ ചെയ്യേണ്ടത് കഥയിൽ
ആ കഥയെക്കുറിച്ചും ഉള്ള ഒരു ചെറിയ സൂചന കൊടുക്കുക. അതിനുശേഷം കഥാപാത്രത്തിൻ്റെ പ്രത്യേകത എഴുതുക. ആ കഥാപാത്രത്തിന് മറ്റ് കഥാപാത്രങ്ങളോടുള്ള ബന്ധം എഴുതുക. ഇവിടെ അപ്പുവിന് കിളികളോടാണ് താല്പര്യം. മാത്രമല്ല അമ്മ അവനെ കിളികൾക്ക് മരുന്ന് വെച്ച് കെട്ടാനൊക്കെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ പിക്കിലും അതുപോലെ തന്നെയായിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള എന്താണ് ആ കഥാപാത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങൾ എന്തെഴുതാൻ, കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതല്ലാതെ പിക്കിലു തന്നെ എന്ത് വരാം, കഥാപാത്ര നിരൂപണമായി വന്നെന്ന് വരാം. അപ്പോൾ കഥാപാത്ര നിരൂപണം എങ്ങനെ എഴുതണമെന്ന് മനസ്സിലായ മക്കൾക്ക്? അപ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യമാണ്. അത് കൃത്യതയോടുകൂടി പഠിച്ചിട്ട് എൻ്റെ കുഞ്ഞുമക്കൾ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ മറ്റൊരു വീഡിയോവുമായി അടുത്ത ദിവസം കാണാം. അതുവരയ്ക്കും ബായ് മക്കളെ.